കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തിപൂജ പാടില്ല എന്ന് പഠിപ്പിച്ചവർ ഇന്ന് ഒരാളുടെ കാൽ കീഴിൽ അമർന്നു പോയിരിക്കുന്നു. പിണറായി വിജയൻ എന്ന സൂര്യന് ചുറ്റും മാത്രം പാർട്ടി കറങ്ങണം എന്ന നിർബന്ധം. പതിറ്റാണ്ടുകളായി പ്രസ്ഥാനത്തെ ചോര കൊടുത്ത് വളർത്തിയ മുതിർന്ന നേതാക്കളെ ഇന്ന് പാർട്ടിക്ക് പുറത്തെത്തിച്ചിരിക്കുന്നു. ഐഷ പോറ്റി ഒരു സൂചന മാത്രമാണ്. വരാനിരിക്കുന്നത് വലിയൊരു സുനാമി തന്നെ. പിണറായി വിജയന്റെ ഒറ്റയാൾ ഭരണം പാർട്ടിയെ അധപതനത്തിലേക്ക് എത്തിക്കുന്നു. മുതിർന്ന നേതാക്കളെ വെട്ടിയൊതുക്കുന്ന പിണറായിയുടെ ധാർഷ്ട്യത്തിന് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും. ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നത് കേവലം ഒരു വ്യക്തിയുടെ മാറ്റമല്ല, മറിച്ച് CPIM-നുള്ളിൽ പുകയുന്ന അസംതൃപ്തിയുടെ പരസ്യമായ പൊട്ടിത്തെറിയാണ്. തന്നെക്കാൾ ജൂനിയറായവർ പാർട്ടിയിൽ പിടിമുറുക്കുകയും മുതിർന്നവരെ വിസ്മരിക്കുകയും ചെയ്യുന്ന ശൈലിയോടുള്ള പ്രതിഷേധമാണ് ഐഷ പോറ്റിയിൽ കണ്ടത്. CPM-ന്റെ കരുത്തരായ വനിതാ നേതാക്കളിൽ ഒരാളായിരുന്നിട്ടും അർഹമായ പരിഗണന ലഭിച്ചില്ല എന്ന പരാതി ഇവർക്കുണ്ടായിരുന്നു. ഇത് ഒരാളുടെ മാത്രം കഥയല്ല. ഐഷ പോറ്റിക്ക് പിന്നാലെ അടുത്തത് ആര് എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് G. സുധാകരനെയാണ്. ആലപ്പുഴയുടെ മണ്ണിൽ പാർട്ടിയെ നട്ടെല്ല് വളയ്ക്കാതെ നയിച്ച G. സുധാകരൻ ഇന്ന് സ്വന്തം പാർട്ടിയിൽ ഒരു അന്യഗ്രഹ ജീവിയെ പോലെയാണ്. പിണറായിയുടെ വിശ്വസ്തരായ യുവതുർക്കികൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ പാർട്ടി നേതൃത്വം പുലർത്തുന്ന മൗനം കണ്ടില്ല എന്ന് നടിക്കാനാകില്ല. VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സുധാകരന്റെ ഭരണ മികവിനെയും വ്യക്തിത്വത്തെയും വാനോളം പുകഴ്ത്തുമ്പോൾ സ്വന്തം പാർട്ടി അദ്ദേഹത്തെ ക്രിമിനൽ കേസിൽ വരെ കുടുക്കാൻ ശ്രമിക്കുന്നു. ഈ അപമാനം സഹിച്ചുകൊണ്ട് എത്ര കാലം സുധാകരനെ പിടിച്ചു നിൽക്കാനാകും? പടിയിറക്കം അത് അനിവാര്യമായി കഴിഞ്ഞു. ആരെയൊക്കെയാണ് പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ തഴഞ്ഞത് എന്ന് നോക്കുമ്പോൾ കാണാനാകുന്നത് ഒട്ടനവധി നേതാക്കന്മാരെയാണ്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ തോമസ് ഐസക് എന്ന നിശബ്ദനാണ്. കണ്ണൂരിന്റെ കരുത്തനായ P. ജയരാജൻ വെറും ഖാദി ബോർഡ് ചെയർമാനായി ഒതുക്കപ്പെട്ടു. കോട്ടയത്തിന്റെ ജനകീയ മുഖമായ സുരേഷ് കുറുപ്പ് തന്നെക്കാൾ എത്രയോ ജൂനിയറായവർക്ക് താഴെ ഇരിക്കാൻ വിസമ്മതിച്ച പടിയിറങ്ങാൻ തയ്യാറെടുക്കുന്നു. കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് വലിയ ചർച്ചയായി മാറിയതാണ്. തലപ്പൊക്കമുള്ള നേതാക്കളെ മുറിച്ചുമാറ്റി സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള പിണറായിയുടെ ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇവരൊക്കെ തന്നെക്കാൾ വളരുന്നു എന്ന് ഭയന്ന പിണറായി ഓരോരുത്തരെയായിട്ട് രാഷ്ട്രീയമായി കൊലപ്പെടുത്തുന്നു. അണികൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെ ഇല്ലാതാക്കി തന്റെ വാക്കിന് മറുചോദ്യം ചോദിക്കാത്ത പാവകളെ മാത്രം ചുറ്റും നിർത്തി പിണറായി പാർട്ടിയെ പിടിച്ചടക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ പരിശോധിച്ചാൽ CPM-ന്റെ അടിത്തറയിൽ വലിയ വിള്ളലുകൾ വീണതായിട്ട് കാണാം. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളെ അവഗണിക്കുകയും ഒറ്റയാൾ ഭരണം ശക്തിപ്പെടുത്തുകയും ചെയ്ത കാലയളവിൽ വോട്ട് വിഹിതത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. വോട്ട് വിഹിതത്തിലെ മാറ്റങ്ങൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 43.48% 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35.1%. 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 45.43% അത് കോവിഡ് കൊണ്ടുപോയതാണെന്ന് എല്ലാവർക്കും അറിയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 33.3% കുറഞ്ഞു. 2025 തദ്ദേശമായപ്പോഴേക്കും അടപടലം താഴെ വീണു. 33.45% മാത്രമാണ് ഇപ്പോഴുള്ള വോട്ട് വീതം. ഇതെല്ലാം നമ്മളോട് പറയുന്നത് G. സുധാകരൻ, തോമസ് ഐസക്, സുരേഷ് കുറുപ്പ് തുടങ്ങിയ ജനകീയ മുഖങ്ങളെ മാറ്റി നിർത്തിയത് പ്രാദേശിക തലത്തിൽ വലിയ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി എന്നുള്ളതാണ്. പിണറായി വിജയന്റെ ശൈലിയോടുള്ള അണികളുടെയും നിഷ്പക്ഷ വോട്ടർമാരുടെയും എതിർപ്പ് ഓരോ തെരഞ്ഞെടുപ്പിലും പ്രകടമാണ്. പത്തനംതിട്ട പോലെയുള്ള ജില്ലകളിൽ CPM-ന്റെ വനിതാ മുഖമായിരുന്ന ഐഷ പോറ്റിയെ പോലുള്ളവർ പാർട്ടി വിട്ടത് കേവലം വോട്ട് കുറയുക മാത്രമല്ല, മറിച്ച് പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുകകൂടി ചെയ്തു. അതിനെ ആലപ്പുഴയിലും കോട്ടയത്തും പ്രകടമാകാനിരിക്കുന്നതേയുള്ളൂ. CPM-ലെ ഈ ആഭ്യന്തര വിള്ളൽ കൃത്യമായി മുതലെടുക്കുകയാണ് കോൺഗ്രസ് ഇവിടെ. VD സതീശന്റെ തന്ത്രപരമായ പല നീക്കങ്ങളും മുതിർന്ന CPM നേതാക്കളെ കോൺഗ്രസിലേക്ക് ആകർഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അർഹമായ ആദരവും പദവിയും ഞങ്ങൾ നൽകാമെന്ന സന്ദേശം കൃത്യമായി നേതാക്കളിലേക്ക് എത്തുന്നുണ്ട്. ഐഷ പോറ്റിയിലൂടെ തുറക്കപ്പെട്ട ഈ കവാടം വഴി ഉടൻ തന്നെ കൂടുതൽ പ്രമുഖർ കൈപ്പത്തി ചിഹ്നത്തിലേക്ക് മാറിയിരിക്കും.